ഹായ് നമസ്കാരം. ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പോർക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് കൂടാൻ മറക്കരുത് കേട്ടോ. ഇദ്ദേഹത്തെ ഓർമ്മയുണ്ടോ? ബൂംബാങ്. പോർക്ക് കൊണ്ട് വെറൈറ്റി ഡിഷസ് ഒക്കെ ഉണ്ടാക്കുന്നത് മഹാനാണ്. നമ്മൾ ഡിഷ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള നല്ല ഫ്രഷ് പോർക്ക്, നല്ല നെയ്യുള്ള പോർക്കിൻ്റെ ഇതിനു വേണ്ടി എടുക്കണേ. അതിനുശേഷം നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ബേ ലീഫ്, കുരുമുളക്, പിന്നെ രണ്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റ് കൂടെ ഉണ്ട്. അതായത് വിനീഗറും അതുപോലെ തന്നെ സോയാ സോസും. വിനീഗർ ഇല്ലാന്ന് വെച്ചാലും പിന്നെന്താണ്, ഇത് വെച്ചാലും മതി കേട്ടോ, ചെറുനാരങ്ങ. പക്ഷെ ഇത് രണ്ടും മെയിൻ ഫാക്ടറാണ്. അതിനുശേഷം ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഒരമണിക്കൂർ നേരം മാറ്റി വെക്കണം. അതിനുശേഷം ഒരു പാൻ എടുത്തിട്ട് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചതെല്ലാം കൂടിയിട്ട് ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഡീപ് ഫ്രൈ ആക്കണം. ഈ ഡീപ് ഫ്രൈ ആക്കുന്ന സമയത്ത് ഈ പോർക്കിൻ്റെ ഫാറ്റ് എല്ലാം കൂടി മെൽറ്റായിട്ട് വന്ന് അത് തന്നെ ഫ്രൈ ആവണം. അത് തന്നെ ഫ്രൈ ആയതിനു ശേഷം അതെല്ലാം കോരിയെടുത്ത് മാറ്റിയതിന് ശേഷം അതേ പോർക്കിൻ്റെ ഫാറ്റ് തന്നെ കിടന്നിട്ട് ആ നെയ്യ് തന്നെ കിടന്നിട്ട് ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളി കുറച്ചധികം എടുക്കണം കേട്ടോ. അതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തതിന് ശേഷം ഈ പോർക്കും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് നോക്കണേ. അതിനുശേഷം നമ്മൾ അതിലേക്ക് തേങ്ങാപ്പാൽ അല്ല വെച്ചാൽ മിൽക്ക് പൗഡർ, അതെല്ലാം ഇപ്പോൾ അവൈലബിൾ ആണ്, ഈസിലി അവൈലബിൾ ആണ്. അതിനുശേഷം ഉപ്പെല്ലാം നോക്കി പാകത്തിന് നോക്കി നന്നായിട്ട് ഇത് തിളയ്ക്കാൻ വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് പോർക്കൊക്കെ ഇഷ്ടപ്പെട്ടുള്ള സുഹൃത്തുക്കൾക്ക് ഇതൊക്കെ ഒന്ന് അയച്ചു കൊടുത്തിട്ട് അവരുടെയും കൂടി അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുതേ. അപ്പോൾ അടുത്ത ഒരു വ്യത്യസ്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ